Page number 24, financial elements. Financial elements are the important parts of conceptual framework. Some elements are directly related to the measurement of financial position. Other elements are directly related to measurement of financial performance. Financial elements എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത IFRSൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഈ ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മീനിങ് ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് നോക്കാം. ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് സിംപ്ലി മീൻസ് ദ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എലമെൻറ്റ്സിനെ തന്നെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുക. ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം എലമെൻറ്റ്സ് കൂടി ചേർത്തിട്ടാണോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെ പറയുന്നത് തന്നെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഹാസ് സ്റ്റേറ്റഡ് 10 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ FASB 10 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 എലമെൻറ്റ്സ് ബാലൻസ് ഷീറ്റിൽ നിന്നും 5 എലമെൻറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും, അങ്ങനെ 10 എലമെൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ടുള്ളത്. ഹവെവർ IASB ഹാസ് സ്റ്റേറ്റഡ് ഓൺലി 5 എലമെൻറ്റ്സ്. പക്ഷേ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പറഞ്ഞിട്ടുള്ളത് ആകെ 5 എലമെൻറ്റ്സുകളേ ഉള്ളൂ എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ എലമെൻറ്റ്സേ ഉള്ളൂ എന്നാണ്. 3 elements are of balance sheet and rest of 2 elements are from the income statements. അപ്പോൾ 5 IASB പറഞ്ഞിട്ടുള്ള 5 ഫിനാൻഷ്യൽ എലമെൻറ്റ്സിൽ 3 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എവിടെയുള്ളതാണ്? ബാലൻസ് ഷീറ്റിലുള്ളതാണ്. ദെൻ 2 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുള്ളതാണ്. അപ്പോൾ അത്രയാണ് അവിടെ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ important financial elements അടുത്ത പാരഗ്രാഫ് നോക്കൂ. The important financial elements prescribed by the IASB are assets, liabilities, equity, incomes and expenses. മറ്റ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് IASB പറഞ്ഞതനുസരിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇതെല്ലാം നമ്മൾ കൊമേഴ്സിൽ മുൻപ് മുതലേ പഠിച്ചു വരുന്ന എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി. ഈ 3 എണ്ണവും ബാലൻസ് ഷീറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇൻകവും എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു 5 എലമെൻറ്റ്സ് എന്താണെന്ന് ഡെഫിനിഷൻ പഠിക്കണം. അതിനെ എങ്ങനെയാണ് കണ്ടാൽ മനസ്സിലാകുക, അതായത് എങ്ങനെയുള്ള അസറ്റുകൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള കാറ്റഗറി ഓഫ് തിങ്സിനെയാണ് അസറ്റ് എന്ന നിലയ്ക്ക് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തുക, എത്തരത്തിലുള്ള ഐറ്റംസാണ് എക്സ്പെൻസ് എന്ന ഡെഫിനിഷൻ കൊടുത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെ അത്തരത്തിലുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റുമൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. നോക്കാം. ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. The 5 financial elements are defined in the IASB framework. Assets are resources controlled by an entity as a result of past events and from which future economic benefits are expected to flow to the entity. Assets എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്, വിഭവങ്ങളാണ്. അവ കൺട്രോൾ ചെയ്യുന്നത് എൻറ്റിറ്റിയാണ്. ഇത് എന്തിനാണ്? ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്, കഴിഞ്ഞ ഈവൻറ്റുകൾ, കഴിഞ്ഞ സംഭവങ്ങളുടെ റിസൾട്ടായിട്ട്, കഴിഞ്ഞ ട്രാൻസാക്ഷൻ്റെയും ഈവൻറ്റ്സിൻ്റെയും ഒക്കെ റിസൾട്ടായിട്ട് കമ്പനി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി, ഒരു സ്ഥാപനം കൺട്രോൾ ചെയ്ത് വരുന്ന റിസോഴ്സസിനെയാണ് അസറ്റ്സ് എന്ന് പറയുക. ഈ കഴിഞ്ഞ ഈ പാസ്റ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്ന ആ ഈവൻറ്റ്സിൽ നിന്നും പിന്നീട്, അതായത് ഭാവിയിൽ, ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പാസ്റ്റ് ഈവൻസിൻ്റെ റിസൾട്ടിലൂടെ ഉണ്ടായ റിസോഴ്സസിനെയാണ് എന്ത് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. ആ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺട്രോൾ ദാറ്റ്. അതിനെയാണ് അസറ്റ് ഇതെന്ന് പറയുന്നത്. ദെൻ ലയബിലിറ്റീസ് നോക്കൂ. നമ്മൾ മുൻപ് അസറ്റിനൊക്കെ പല ഡെഫിനിഷനും പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ശ്രദ്ധിക്കുക, IFRS പ്രകാരം അല്ലെങ്കിൽ IASB തന്നിട്ടുള്ള അസറ്റിൻ്റെ ഡെഫിനിഷനാണിത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ മുൻപ് പഠിച്ച പല ടേംസിനും വെറൈറ്റി ആയിട്ടാണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ അസറ്റിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റേത് അസറ്റിൻ്റെ ഫിക്സഡ് തിങ്സ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ അക്കൗണ്ടിങ് ടേംസിലുള്ള അല്ലെങ്കിൽ മുൻപ് കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസാണ്. ഇത് IASB IFRS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് തന്നിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് പഠിക്കാൻ ശ്രദ്ധിക്കുക. Liabilities are present obligations of an entity arising from past events, the settlement of which is expected to result in an outflow from the entity of resources embodying economic benefits. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ പേയ്മെൻറ്റ് നടത്താനുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ക്യാഷ് ഔട്ട്ഫ്ലോ വരാനുള്ള ഒരു ഐറ്റമാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ഓഫ് ആൻ എൻറ്റിറ്റിയാണ് അറൈസിങ് ഫ്രം പാസ്റ്റ് ഈവൻറ്റ്സ്. കഴിഞ്ഞ ഒരു ഈവൻറ്റിൽ നിന്ന് നമുക്ക് അറൈസ് ചെയ്തിട്ടുള്ള പ്രസൻറ്റ് ഒബ്ലിഗേഷനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുക. ദ സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ ആൻ ഔട്ട്ഫ്ലോ ഫ്രം ദ എൻറ്റിറ്റി ഓഫ് റിസോഴ്സസ് എംബഡിങ് എക്കണോമിക് ബെനിഫിറ്റ്സ്. ഒരു എക്കണോമിക് ബെനിഫിറ്റ് നമ്മൾ നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ കുറച്ച് റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റിയിൽ നിന്നും ഔട്ട്ഫ്ലോ ആയി ഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, ബാധ്യതകൾ തന്നെ. ദെൻ ഇക്വിറ്റി ഈസ് ദ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ആൻ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. അസറ്റിൽ നിന്നും അതിൻ്റെ ലയബിലിറ്റീസ്, അതായത് എത്രയാണ് അസറ്റിൻ്റെ ബാലൻസ് എത്രയുണ്ട് എന്നുള്ളതാണ്. അതായത് അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റിയെ നമ്മൾ എന്തായി കൂടി പറയാറുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുകൂടി പറയാറുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അസറ്റ് എല്ലാം കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക? അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് എല്ലാം മൈനസ് ചെയ്ത് ബാലൻസ് ഉള്ള എമൗണ്ടിനെയാണ് ഇക്വിറ്റി എന്ന് പറയുക. ദെൻ ഇൻകം എന്ന് പറയുന്നത് നോക്കൂ. ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോ ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഒരു ബിസിനസ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡിൽ, അതായത് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡിൽ എക്കണോമിക് ബെനിഫിറ്റ് തരുന്നതും അതുപോലെ തന്നെ ഇൻഫ്ലോ ആയിട്ട് ക്യാഷ് ഉള്ളിലേക്ക് വരുന്നതും അതേപോലെ അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് ലയബിലിറ്റീസ് കാരണമാകുന്ന ഐറ്റംസിനെ ആണ് ഇൻകം എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഇൻകം? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് ആൻ എൻറ്റിറ്റിയെ കൂട്ടുന്ന തരത്തിലുള്ള ഐറ്റംസാണ് ഇൻകം എന്ന് പറയുന്നത്. അതായത് ഈ ഇൻകം വരുന്നത് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോസ് ആയിരിക്കും. അതായത് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകം. ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ് എൻഹാൻസ് ചെയ്യുക, അതായത് അസറ്റിൻ്റെ വാല്യൂ കൂട്ടുക, ഓർ അസറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വിറ്റിയിലുള്ള ഇൻക്രിമെൻറ്റ് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഇൻകം നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇൻകം ആയിട്ട് അതിനെ കണക്കാക്കുന്നത്. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സോ പാർട്ട്നേഴ്സോ, നമ്മൾ പറഞ്ഞു എൻറ്റിറ്റിയിലേക്ക് വരുന്ന ഇൻഫ്ലോസിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലോ വരാൻ കാരണമായിരിക്കുന്നത് അല്ലെങ്കിൽ ഓണേഴ്സോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ ആണ് ഇൻകം ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു ഇൻകത്തെ നമ്മൾ എന്ത് പറയില്ല, ഇൻകത്തെ അല്ല, ആ ഒരു ക്യാഷിനെ നമ്മൾ ഇൻകം സൈഡിൽ ഉൾപ്പെടുത്തില്ല. കാരണം അത് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഓണേഴ്സോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ ആണ്. അതുകൊണ്ട് അതൊരിക്കലും ഇൻകത്തിൻ്റെ പെർവ്യൂവിൽ വരുന്നില്ല. പിന്നെ അടുത്തത് റവന്യൂ അറൈസസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി. സാധാരണ നിലയിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്നും കിട്ടുന്ന ഒരു ഇൻകത്തെ അല്ലെങ്കിൽ റവന്യൂവിനെ നമ്മൾ ഇൻകം എന്ന് പറയും. ദെൻ അടുത്തത് ഗെയിൻസ് ഇൻക്ലൂഡ്
ദോസ് അറൈസിങ് ഓൺ ദ ഡിസ്പോസൽ ഓഫ് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് അല്ലാത്ത നോൺ കറണ്ട് അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിൽ നിന്നും കിട്ടുന്ന ഗെയിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇൻകം ഓൾസോ ഇൻക്ലൂഡ്സ് അൺറിയലൈസ്ഡ് ഗെയിൻസ് സച്ച് ആസ് ഗെയിൻസ് ഓൺ റീവാലുവേഷൻ ഓൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് റീവാല്യൂ ചെയ്താൽ കിട്ടുന്ന അൺറിയലൈസ്ഡ് ഗെയിനിനെ ഇൻകമായിട്ട് കണക്കാക്കാറുണ്ട്. അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റബിൾ സെക്യൂരിറ്റി എന്ത് ചെയ്തിട്ടില്ല, സെയിൽ ചെയ്തിട്ടില്ല. സെയിൽ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് റിയലൈസ്ഡ് വാല്യൂ. അപ്പോൾ അൺറിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റബിൾ സെക്യൂരിറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സെയിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മാർക്കറ്റ് സെയിൽ ചെയ്യാതെ കിടക്കുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റിയെ ഒന്നുകൂടി വാല്യൂ ചെയ്ത് ഗെയിനാണ് വന്നതെങ്കിൽ അതും അതിനെ പറയുന്ന അൺറിയലൈസ്ഡ് ഗെയിൻ എന്നാണ്. കാരണം അത് റിയലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ സെയിൽ ചെയ്യാത്ത ഇൻകമാണ്. സെയിൽ ചെയ്യുന്നതിലൂടെ അല്ലാതെ കിട്ടിയ ഇൻകമാണ്. അതിനാണ് അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയുക. അപ്പോൾ ആ അൺറിയലൈസ്ഡ് ഗെയിൻ ഫ്രം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും എന്തായിട്ട് ഉൾപ്പെടുത്താറുണ്ട്, ഇൻകമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. തന്നെ അടുത്തത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ആർ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്സ്. എക്കണോമിക് ബെനിഫിറ്റ് ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എൻറ്റിറ്റിയുടെ എക്കണോമിക് ബെനിഫിറ്റ് കുറയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെയാണ് എക്സ്പെൻസസ് എന്ന് പറയുക. ബെനിഫിറ്റ്സ് ഡ്യൂറിങ് ഇൻ ദ ഫോം ഓഫ് ഔട്ട്ഫ്ലോ, ഡിപ്ലീഷൻ ഓഫ് അസറ്റ്. അപ്പോൾ അതിന് നേരെ ഇൻകത്തിന് നേരെ ഓപ്പോസിറ്റ് ഔട്ട്ഫ്ലോ ആയിരിക്കും എക്സ്പെൻസസ് വരുന്ന സമയത്ത് ഉണ്ടാവുക. അതായത് എൻറ്റിറ്റിയിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകുന്നതായിരിക്കും. ദെൻ ഡിപ്ലീഷൻ ഓഫ് അസറ്റിൻ്റെ വാല്യൂ ഇല്ലാതെയാവും, ഡിപ്ലീഷൻ നശിച്ചു പോകും. ഓർ ഇൻകറൻസ് ഓഫ് ലയബിലിറ്റീസ് ഇൻകർ ചെയ്തിട്ടുണ്ടാവും, അതായത് ലയബിലിറ്റീസ് വന്നിട്ടുണ്ടാവും, അതായത് സംഭവിച്ചിട്ടുണ്ടാവും. ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഇക്വിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എക്സ്പെൻസസ് വന്നു എന്ന് നമ്മൾ പറയുക. ദീസ് ഡു നോട്ട് ഇൻക്ലൂഡ് ഡിസ്ട്രിബ്യൂഷൻ മെയ്ഡ് ടു ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇൻകം സൈഡിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഇൻകം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മണി കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഓർ പാർട്ടിസിപ്പൻസ് ഡസ് നോട്ട് കൺസിഡേർഡ് ആസ് ഇൻകം എന്ന്. അതേപോലെ തന്നെയാണ് ഇവർക്ക് ബിസിനസ് തിരിച്ചു കൊടുത്തിട്ടുള്ള പണത്തെയും നമ്മൾ എന്തായി കണക്കാക്കാറില്ല, എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാറില്ല. അതായത് ഓണേഴ്സിനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് മെയ്ഡ് ടു ഓണേഴ്സ്, പാർട്ടിസിപ്പൻസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഡസ് നോട്ട് കൺസിഡേർഡ് അണ്ടർ എക്സ്പെൻസസിൻ്റെ ഫീൽഡിൽ അതിനെ കണക്കാക്കാറില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെ, ഇക്വിറ്റി പാർട്ടിസിപ്പൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔട്ട്ഫ്ലോ നമ്മളൊരിക്കലും എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അസറ്റ്, ലയബിലിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇതിനൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ മറ്റ് ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ IFRS പ്രകാരം അല്ലെങ്കിൽ FASB ഓർ IASB ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇത്തരം ടേംസിനുള്ള ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ എക്സാമിന് ഇത് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മറ്റുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ എഴുതാം, അത് റിലവൻ്റ് ആണ് ആ സബ്ജക്റ്റിന്. പക്ഷേ ഈ സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ റെക്കഗ്നിഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ പറയുന്നത് ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ എലമെൻറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതായത് അംഗീകരിക്കുന്നത്? ഇന്നത് അസറ്റാണ്, ഇന്നത് ലയബിലിറ്റിയാണ്, ഇന്നത് ഇൻകമാണ്, ഇന്നത് റവന്യൂ ആണെന്ന് എങ്ങനെയാണത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നോക്കൂ, റെക്കഗ്നിഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻ ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദ ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. അപ്പോൾ റെക്കഗ്നിഷൻ എന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻ ഐറ്റം ഇൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഐറ്റം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റെക്കഗ്നിഷൻ. ആൻഡ് ഈ റെക്കഗ്നൈസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷനായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അതായത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ്, അത് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്താണ്. നോക്കൂ, റെക്കഗ്നിഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം an item that meets the definition of the element that satisfy
ദ ക്രൈറ്റീരിയ ഫോർ റെക്കഗ്നിഷൻ. അപ്പോൾ ഒരു ഐറ്റം റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ എലമെൻ്റ് എന്ന ഹെഡിങ്ങിലുള്ള അസറ്റോ ലയബിലിറ്റിയോ ഇൻകമോ എക്സ്പെൻസോ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡെഫിനിഷൻ പ്രകാരമുള്ള ഐറ്റംസ് ആയിരിക്കണം. അതായത് ആ പർട്ടിക്കുലർ ഐറ്റം ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ എലമെൻറ്റിന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് കണക്കാക്കും. അതായത് ഒരു ഐറ്റമാണ്, അതിനെ അപ്പോൾ ആസെറ്റ് ആണോ ലയബിലിറ്റി ആണോ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് നോക്കുന്ന സമയത്ത് അതിലേത് ഡെഫിനേഷനാണോ ആ ഐറ്റത്തിന് ചേരുന്നത് അത്തരത്തിലാണ് അതിനെ ഇന്ന എലമെൻ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, എലമെൻറ്റ്സ് ബ്രാക്കറ്റിൽ നോക്കുക. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് only if it is probable that any future economic benefit associated with the item will float or to or from the entity. അതായത് എപ്പോഴാണ് ഒരു ഐറ്റത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഫിനാൻഷ്യൽ എലമെൻ്റായിട്ട് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നതും അതേസമയം ഒന്നുകിൽ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഔട്ട്ഫ്ലോ ഉള്ളത് അല്ലെങ്കിൽ ബിസിനസ്സിനുള്ളിലേക്ക് ഇൻഫ്ലോ ഉള്ള ഐറ്റത്തെയുമാണ് ഈ എലമെൻ്റായിട്ട് കണക്കാക്കാറുള്ളത്. ദെൻ സെക്കൻഡ് തിങ് നോക്കൂ, ദ ഐറ്റം ഹാസ് എ കോസ്റ്റ് ഓർ വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് റിലയബിലിറ്റി. വിശ്വാസ്യതയോടെ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ വാല്യൂവോ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെക്കഗ്നിഷൻ പ്രോസസ്സിന് വിധേയമാക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ മാത്രമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കഗ്നൈസ് ചെയ്യാറുള്ളൂ. ഇനി ഓരോ ഐറ്റവും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓക്കെ, റെക്കഗ്നിഷൻ ഓഫ് അസറ്റ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ ഓഫ് അസറ്റ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഇൻ ഓർഡർ ഫോർ ആൻ അസറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് മസ്റ്റ് മീറ്റ് ദ ഡെഫിനിഷൻ ലെയ്ഡ് ഡൗൺ ഇൻ ദ IASB ഫ്രെയിംവർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു IASB ഫ്രെയിംവർക്ക്. അപ്പോൾ IASB ഫ്രെയിംവർക്ക് പ്രകാരമുള്ള ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെ മാത്രമാണ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ ഡെഫിനിഷൻ ഈസ് റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ് ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചേ മതിയാകൂ. അസറ്റ് എന്ന് പറയുന്നത് ഇത് IASBയുടെ ഫ്രെയിംവർക്കിലുള്ള ഡെഫിനിഷൻ പഠിക്കുക. റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ദ entity as a result of past events and from which future economic benefits are expected to flow to the entity. അത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഇതിൻ്റെ അർത്ഥവും മറ്റും. അപ്പോൾ വീഡിയോ പോസ് ചെയ്തത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് കാണാം. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് അസറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന അസറ്റുകളെ മാത്രമാണ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പാർട്ട് ഫ്രം മീറ്റിംഗ് ദ അബവ് ഡെഫിനിഷൻ, ഇത് ഈ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നത് കൂടാതെ അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ മാത്രം മീറ്റ് ചെയ്താൽ എന്നല്ല, മറ്റ് ചില സവിശേഷതകൾ കൂടിയുണ്ട്. ദ ഫ്രെയിംവർക്ക് ഹാസ് അഡ്വൈസ്ഡ് ദ ഫോളോയിങ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ. അപ്പോൾ IASB ഫ്രെയിംവർക്ക് പറഞ്ഞിട്ടുള്ള മറ്റൊരു റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ought to be met before an asset is recognized in the financial statements. അതായത് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് മുമ്പ് മീറ്റ് ചെയ്യേണ്ട നോക്കൂ മറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് ടു ദ എൻറ്റിറ്റി ഈസ് പ്രോബബിൾ. അതായത് എക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഇൻഫ്ലോ, ബിസിനസ്സിലേക്കുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് പ്രോബബിൾ ആയിട്ടുള്ള കാര്യമാണ്, സാധ്യതയുള്ള കാര്യമാണ്. അതേപോലെ തന്നെ കോസ്റ്റും വാല്യൂവും, കോസ്റ്റ് ഓർ വാല്യൂ റിലയബിൾ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയാണ് IASB ഫ്രെയിംവർക്ക് ഡെഫിനിഷൻ കൂടാതെ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വിത്ത് റിഗാർഡ് ടു ഫസ്റ്റ് ക്രൈറ്റീരിയൻ ഇറ്റ് മേക്സ് സെൻസ് ടു ഓൺലി റെക്കഗ്നൈസ് ആൻ അസറ്റ് ഇഫ് ദ ബെനിഫിറ്റ്സ് ഫ്രം ഇറ്റ് യൂസ് ഓർ സെയിൽ ആർ ലൈക്ലി. അപ്പോൾ എപ്പോഴാണ് എക്കണോമിക് ബെനിഫിറ്റ് വരിക? അസറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നത് ഒന്നുകിൽ അസറ്റ്, എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് നേട്ടം. അപ്പോൾ ഒരു അസറ്റ് ബിസിനസ്സിലുള്ളത് കൊണ്ട് എപ്പോഴാണ് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുക വെച്ചാൽ രണ്ട് അവസ്ഥയിലാണ് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുക. ഒന്ന്, അസറ്റ് വാങ്ങി അത് യൂസ് ചെയ്യുന്ന സമയത്ത്. രണ്ട്, കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദ സെക്കൻഡ് ടെസ്റ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് asset that can be measured objectively
ഫോർ ഇൻസ്റ്റൻസ്, ഹൗ ഡസ് എ പേഴ്സൺ പ്ലേസ് വാല്യൂ ഓൺ സംതിങ്? സബ്ജക്റ്റീവ് സച്ച് ആസ് കസ്റ്റമർ ലോയൽറ്റി ഓർ എ ഡെഡിക്കേറ്റഡ് എംപ്ലോയി. അപ്പോൾ എങ്ങനെയാണ് ഒരു അസറ്റിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിലയബിളായിട്ട് ആ ഒരു വാല്യൂവിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ. ഹൗ ഡസ് എ പേഴ്സൺ പ്ലേസ് വാല്യൂ ഓൺ സംതിങ്? എങ്ങനെയാണ് ഒരു പേഴ്സൺ ഒന്നിൽ വാല്യൂ കണ്ടെത്തുന്നത്? അത് സബ്ജക്റ്റീവായിട്ടാണ്. അതായത് ഓരോ അത് ആപേക്ഷികമായിട്ടാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ തിങ്ങിൻ്റെയും വാല്യൂ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആർക്കാണെങ്കിലും റിലയബിൾ ആയിരിക്കണം. ഓക്കെ, കസ്റ്റമർ ലോയൽറ്റി കൊണ്ട് ഒരാൾ വാങ്ങുന്നതാവാം, ഓർ എ ഡെഡിക്കേറ്റഡ് എംപ്ലോയി. ഇതിൽ ഏതായിരിക്കണം എന്നുള്ളത് സബ്ജക്റ്റീവാണ്. ഓരോ ഏരിയയും അല്ലെങ്കിൽ ഓരോ അവസ്ഥയെയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദെൻ ഇത്രയുമാണ് റെക്കഗ്നിഷൻ ഓഫ് അസറ്റിൻ്റെ ക്രൈറ്റീരിയാസ്. അപ്പോൾ പഠിക്കേണ്ടത് ആ ഡെഫിനിഷൻ പഠിക്കുക. അതിനുശേഷം അത് കൂടാതെ മറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ഓർ അസറ്റിനെ അസറ്റായിട്ട് കണക്കാക്കാൻ ഡെഫിനിഷന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടുമൊക്കെ മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക.